നമസ്കാരം. ASCC മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിൽ. ഡിവിഷണൽ അക്കൗണ്ട് ഈ മാസം മെയ് മാസം 2025 മെയ് 10 നടന്ന ഡിവിഷണൽ അക്കൗണ്ടിലെ മാത്സ് ക്വസ്റ്റ്യനാണ്. 40 ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാം കൂടെ ഈ വീഡിയോയ്ക്കകത്തില്ല. ജസ്റ്റ് ആദ്യത്തെ 10 ക്വസ്റ്റ്യനെ ഇതിനകത്തുള്ളൂ. അടുത്ത 10 ക്വസ്റ്റ്യൻ, അടുത്ത 10 ക്വസ്റ്റ്യൻ, അടുത്ത 10 ക്വസ്റ്റ്യൻ, അടുത്ത 3 വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. വല്ലപ്പോഴും ഒക്കെ വരുന്ന ഇതേപോണക്കുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ട് ചെയ്ത് നോക്കിയേക്കുക. ഓക്കെ, അപ്പോൾ ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 8, 9, 12, 15 ലീവ്സ് റിമൈൻഡർ ആസ് 1 ഇൻ ഈച്ച് കേസ്? എന്തർത്ഥം? അതായത് 8, 9, 12, 15 ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം റിമൈൻഡർ 1 ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്ന ചോദ്യം. അപ്പൊ ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ നിങ്ങൾ ഇവയുടെ LCM ഫസ്റ്റ് വൺ കണ്ടെത്തണം. 8, 9, 12, 15 ഇവയുടെ LCM. 8, 9, 12, 15 LCM കണ്ടെത്താം. നിങ്ങൾക്ക് ഈ 12നെയും 8നെയൊക്കെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 2 കൊണ്ട് ചെയ്തോ 4, 9, 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത 6, 9നെ പറ്റത്തില്ല താഴോട്ട് വെക്കുക, 15നെ ചെയ്യാൻ പറ്റത്തില്ല താഴോട്ട് വെക്കുക. പിന്നെ നിങ്ങൾക്ക് 4നെ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത 2, 9നെ പറ്റത്തില്ല. 6നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത 3, 15നെ പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ 3നെ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അപ്പൊ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3നെ 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2നെ പറ്റത്തില്ല താഴോട്ട് ഇറക്കി വെക്കാം. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത 3, 3നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത 1, 12നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത 5. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ടെണ്ണത്തിനെങ്കിലും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് വട്ടം കിടക്കുന്ന മൾട്ടിപ്ലൈ, അപ്പൊ നിങ്ങൾക്ക് LCM ലഭിക്കുന്നതാണ്. ഇപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 1 ഇൻറ്റു 5. ഓക്കെ, ഈ 2, 5 മൾട്ടിപ്ലൈ ചെയ്ത് 10 ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. 2 ഇൻറ്റു 2 4, 4 3 12, 12 3 36, 36 ഇൻറ്റു 10 360. ഇതാ നമ്മുടെ LCM 360. അതായത് 8, 9, 12, 15 ഇതിന്റെ LCM 360. ഇനി നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഈ ശിഷ്ടം ഇത്ര ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ നമ്മുടെ ആൻസർ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. LCM പ്ലസ് റിമൈൻഡർ ചെയ്താൽ മതിയാവും. അതായത് ഇവിടെ LCM 360 ആണ്. അതിനോടൊപ്പം നമുക്ക് എന്താണോ റിമൈൻഡർ വേണ്ടുന്നത് 1, അതെടുത്ത് ആഡ് ചെയ്താൽ മതിയാവും. 361. ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ഈ 8, 9, 12, 15 ഇവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ലഭിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ LCMനോടൊപ്പം ശിഷ്ടം കൂട്ടിയാൽ മതി. LCM 360, ശിഷ്ടം 1 ആഡ് ചെയ്തപ്പം 361. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി. ഓക്കെ, ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം. ഫൈൻഡ് ദ സം ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് 3240. 3240 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ, ഫാക്ടേഴ്സ്, അതിന്റെ തുകയാണ് ചോദ്യം. 3240ന്റെ ഘടകങ്ങളുടെ തുക എത്രയാണ്? ഘടകങ്ങളുടെ എണ്ണമല്ല, വളരെ സിമ്പിൾ ആയിട്ട് ഘടകങ്ങളുടെ എണ്ണം കണ്ടെത്താം. ഇവിടെ ഘടകങ്ങളുടെ തുകയാണ് ചോദ്യം. ഓക്കെ, അത് ചെയ്യാനൊരു വഴിയുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോ. വളരെ സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ആദ്യം 3240നെ ഫാക്ടറൈസേഷൻ നടത്തണം. അപ്പൊ 3240 ഇതിനെ നമ്മൾ ഫാക്ടറൈസേഷൻ നടത്താൻ പോവാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 32ന്റെ 16, 40ന്റെ 20, 1020. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8, 10, 810. ഇനി 2 കൊണ്ട് ചെയ്യാം. ഞാനൊരു 3 കൊണ്ട് അങ്ങ് ചെയ്യുവാണ് കേട്ടോ, ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുവാണ്. 81 3 നമുക്കറിയാലോ, 27 തവണയാണ് 0. പിന്നെ ഞാൻ 3 കൊണ്ട് ചെയ്യുവാണ്. 2 കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷെ 3 എടുത്തങ്ങ് ചെയ്യുവാണ് കേട്ടോ. ഇവിടെ പ്രൈം നമ്പരേ വരാവൂ, ഓർഡറിൽ തന്നെ വരണമെന്ന് നിർബന്ധമില്ല, പ്രൈം നമ്പർ വരണമെന്നേ ഉള്ളൂ. അപ്പോൾ 9 3 27 അല്ലേ, അപ്പൊ 90. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 30. പിന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 10. പിന്നെ നിങ്ങൾക്ക് 3 കൊണ്ട് പറ്റത്തില്ല, പക്ഷെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 5. അപ്പൊ നമുക്ക് ഈ 3240നെ ഇങ്ങനെ എഴുതാം. എങ്ങനെ? ഇവിടെ 2 ഉണ്ട്, കുറെ 2കൾ. എത്ര തവണയുണ്ട് അത് പവറിൽ കൊടുക്കണം. 1, 2, 3, 3 തവണ. ഇൻറ്റു ഇടുക. 3 എത്രയോ തവണയുണ്ട്? 1, 2, 3, 4, 4 തവണ, അത് പവറിൽ കൊടുക്കുക. 5 1 തവണ. ഓക്കെ, ഇത് വെച്ചാൽ ഇതിന്റെ ഫാക്ടറുകൾ ഫോം ചെയ്യുന്നത്. അതായത് 2 വെച്ച് മാക്സിമം എത്ര ഫാക്ടർ ചെയ്യാം. പിന്നെ 2 × 3 6, 2 × 3 6 × 5 30. ഇതെല്ലാം ഇതിന്റെ ഫാക്ടേഴ്സുകളാണ്. അത് കണ്ടുപിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായ ഒരു വശമല്ല, അത് ഫുള്ള് കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷെ കണ്ടെത്താൻ പറ്റും, അതൊക്കെ നമുക്ക് പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ ഒരു എളുപ്പവഴി പറഞ്ഞിട്ട്
ഒന്ന് ഓടിച്ചു പറയാം, മനസ്സിലാവുന്നേ ആവട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഫാക്ടറുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ആ സ്റ്റെപ്പ് നിങ്ങളൊന്ന് ഓർത്ത് പഠിച്ചങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ 2/3 ഇത് ഇങ്ങോട്ട് എടുക്കണം. ഇവിടെ പവർ 3 ആണ്. 0 തൊട്ട് 3 വരെ നിങ്ങൾ എഴുതി അങ്ങ് പോകണം. അതായത് 2/0 എത്രയാന്ന് നോക്കണം, 1. 2/1 എത്രയാന്ന് നോക്കണം, 2. 2/2 എന്ന് വെച്ചാൽ 3 വരെ പോകണം. 3 പവർ എത്ര, 3. അതുവരെ നിങ്ങൾ അങ്ങ് പോവുക. 2/2 എത്ര, 4. 2/3 എത്ര, 8. ഓക്കെ. എന്നിട്ട് ഈ നമ്പർ എല്ലാം കൂടെ കൂട്ടി അങ്ങ് താഴോട്ട് വെക്കുക. അപ്പൊ 8 2 10 4 14 1 15 കിട്ടും. അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരുന്നോട്ടെ. ഇനി അടുത്ത 3/0 എത്രയാന്ന് നോക്കുക, 1. ഇനി 3/4 ആ ഇവിടെ ഉള്ളത്. ഇവിടെ കിടക്കുന്ന 3/4. അപ്പൊ നിങ്ങൾ 3/0 തൊട്ട് തുടങ്ങണം, 0 തൊട്ട്. അപ്പൊ 3/0 1. പിന്നെ 3/1 എത്രയാന്ന് നോക്കുക, 3. 3 സ്ക്വയർ എത്രയാന്ന് നോക്കുക. ഈ നമ്പർ വരെ 1 2 3 4 അങ്ങനെ പോവുക. അപ്പൊ 3 സ്ക്വയർ 9 ആണ്. 3 ക്യൂബ് എത്രയാന്ന് നോക്കുക, 27 ആണ്. 3/4 എത്രയാന്ന് നോക്കുക, 81 ആണ്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് താഴോട്ട് വെക്കുക. 27 3 30. 30ഉം 81 9 എത്ര, 90. 30ഉം 90ഉം 120. 120 1 121. കറക്റ്റ് അല്ലേ? ഒന്നുകൂടെ നോക്കിയത്. 27ഉം 3 30. 30ഉം 10 40. 40 81 121. ഓക്കെ. ഇനി അടുത്തതായിട്ട് 5/1. 5/0 എഴുതുക. 1. 5/0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1. പിന്നെ 5/1 എഴുതുക. ഇവിടെ 5/1 കിടക്കുന്നത്. 0 1 രണ്ടെണ്ണം പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് 5 കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് താഴോട്ട് വെക്കുക, 6. ഇനി ഈ ആഡ് ചെയ്ത സംഖ്യകളുണ്ടല്ലോ, ഇത് ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഘടകങ്ങൾ, ടോട്ടൽ ഘടകങ്ങളുടെ തുക കിട്ടിയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയ ഈ കൂട്ടി വെച്ചേക്കുന്ന 15 ഇൻറ്റു ഈ കൂട്ടി വെച്ചേക്കുന്ന 121 ഇൻറ്റു ഈ കൂട്ടി വെച്ചേക്കുന്ന 6, ഇതെല്ലാം കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ. 15 6 90 ആണേ. 90 × 121. അപ്പൊ 121 നമുക്ക് 90 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 9 9 2 18 1 9 9 1 10. അപ്പൊ നമുക്ക് കിട്ടുന്ന എത്ര, 10 8 9. ശരിയല്ലേ? 15 6 90 ആണ്. 90ൽ 9 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ പിന്നെ ഒരു 0 കിടപ്പുണ്ടല്ലോ, 10 890. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ. ഇതാ നമ്മുടെ ഉത്തരം. വേറൊരു വീഡിയോയിൽ ഇതിപ്പോ നമുക്ക് ഇഷ്ടം പോലെ 40 ക്വസ്റ്റ്യൻ കിടപ്പുണ്ടല്ലോ, ഇതിന്റെ കാരണം ഞാൻ വിശദീകരിച്ചു തരുന്നതാണ്. പിന്നീട് ഒരു വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്യേണ്ടത് ഒന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. 3250 ഫാക്ടറൈസേഷൻ നടത്തുക. അതിനുശേഷം 2 എത്ര തവണയുണ്ട് പവറിൽ കൊടുക്കുക. 3 ഇവിടെ 3 ഉണ്ട്, 4 തവണ. 5 വന്നിട്ടുണ്ട് 1 തവണ. വേറെ സംഖ്യകളൊന്നും വന്നിട്ടില്ല, വന്നത് മാത്രം എടുക്കുക. പിന്നെ 2 ക്യൂബ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2/0 തൊട്ട് 3 വരെ നിങ്ങൾ എഴുതുക. ആ നമ്പറുകളെല്ലാം കണ്ടുപിടിച്ച് ആഡ് ചെയ്യുക. 2/0 1, 2/1 2, 2/2 4, 2/3 8. അതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് 3/4 ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, 3/0 എടുക്കുക 1, 3/1 എടുക്കുക 3, 3 സ്ക്വയർ എടുക്കുക 9, 3 ക്യൂബ് 27, 3/4 81. അത് ആഡ് ചെയ്ത് വെക്കുക. 5/1 ഉള്ളത്. അപ്പൊ 5/0 എടുക്കുക 1, 5 ഏതിന്റെ പവർ 0 ആയ 1 ആണ് കേട്ടോ. 3/0 ആയാലും 2/0 ആയാലും എല്ലാം 1 ആണ്. അപ്പൊ 5/1 5, 5 + 1 6. ഇനി ഈ 3 നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരം 15 × 121 × 6. ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10890 എന്ന് കിട്ടും. അതായത് ഈ 3240ന്റെ ഘടകങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 10890 ആയിരിക്കും. ഇതിന്റെ റീസൺ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉടനെ ചെയ്യുന്നുണ്ട്. അതായത് ടെസ്റ്റ് ബേസ് ചെയ്ത് ഇതിനായിട്ടുള്ള കംപ്ലീറ്റ് നോളജും അതിനകത്തുണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ ഇന്റർസെക്റ്റ് y ആക്സിസ് അറ്റ് 1 പോയിന്റ്. ബാക്കി പിന്നെ വായിക്കാം. ഒരു പോളിനോമിയൽ ഇന്റർസെക്റ്റ് y ആക്സിസിനെ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്നു. ആൻഡ് ദ x ആക്സിസ് അറ്റ് 2 പോയിന്റ്. നമുക്ക് ഇതാ വേണ്ടുന്നത്, x ആക്സിസ് അറ്റ് 2 പോയിന്റ്. ഓക്കെ. x ആക്സിസിൽ 2 തവണ കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. ഈ പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടാവും? ഒരു പോളിനോമിയലിന്റെ വാല്യൂ 0 ആക്കുന്നതിനെയാണ് നമ്മൾ അതിന്റെ സീറോസ് എന്നറിയപ്പെടുന്നത്. ഒരു പോളിനോമിയലിന് എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കപ്പോഴാണോ 0 ലഭിക്കുന്നത്. ഓക്കെ. എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കപ്പോഴും, എക്സിന് 10 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 ലഭിക്കുവാണെങ്കിൽ എക്സിന്
എക്സിന് ഏത് വാല്യൂ ഇട്ട് കൊടുക്കപ്പോഴാണോ 0 ലഭിക്കുന്നത് ആ പോയിന്റ് ആണ് അതിന്റെ സീറോസ്. എന്ന് വെച്ചാൽ അതെപ്പോഴും എക്സ് ആക്സിസിലെ പോയിന്റുകളായിരിക്കും. എക്സ് ആക്സിസിലെ പോയിന്റ്, എക്സ് ആക്സിസ് പോയിന്റ് y കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കുമല്ലോ. അപ്പം എക്സ് ആക്സിസിനെ എത്ര തവണ ഇന്റർസെക്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഇവിടെ എക്സ് ആക്സിസിനെ എത്ര തവണ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്? അറ്റ് 2 പോയിന്റ് അല്ല, എക്സ് ആക്സിസിനെ 2 പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇതിന് 2 സീറോസ് ഉണ്ടാവും. ഓക്കെ, വൈയിൽ എത്രയോ തവണ ഇന്റർസെക്റ്റ് ചെയ്തോട്ടെ, അത് പ്രശ്നമല്ല. എക്സ് ആക്സിസിൽ എത്ര തവണ ഇന്റർസെക്റ്റ് ചെയ്യുന്നോ അതായിരിക്കും നമ്മുടെ സീറോസ് എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? എക്സ് ആക്സിസിൽ എത്ര തവണ ഇന്റർസെക്റ്റ് ചെയ്യുന്നോ അത്രയും സീറോസ് അതിനുണ്ടായിരിക്കും. അപ്പൊ 2 വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല, ജസ്റ്റ് ഒരു അറിവ് മാത്രം മതിയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ 3x² minus kx plus 6 3x² minus kx plus 6 is 3, then the value of k. ഇതിന്റെ സീറോസ് എന്ന് വെച്ചാൽ ഈ എക്സിന് എന്തിട്ട് കൊടുത്താലാണോ 0 ലഭിക്കുന്നത് അതിനെയാണ് നമുക്ക് സീറോസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആ സീറോസിന്റെ സമ്മ് അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്, സം ഓഫ് ദ സീറോസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ സീറോസിന്റെ സമ്മ് എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് കെയുടെ വാല്യൂ ചോദ്യം. ചുമ്മാ ഒരു കാര്യം പറഞ്ഞോട്ടെ, ശ്രദ്ധിച്ച് കേട്ടോ. ഇതൊരു പോളിനോമിയൽ, ഏത് പോളിനോമിയൽ ആയിക്കോട്ടെ, a² plus bx plus c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ഇതിന്റെ സീറോസ് ആണ് ആൽഫ ബീറ്റ എന്ന് നിങ്ങൾ വിചാരിക്കുക. ആൽഫയും ബീറ്റ. അങ്ങനെയാണ് ഇതിന്റെ സം എന്ന് പറയുന്നത്, ഇത് സീറോസ് ആണ് കേട്ടോ. ഇതാരാണ്? സീറോസ് ആണ്. എന്നുവെച്ചാൽ ഈ വാല്യൂ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് 0 ആയിട്ട് അങ്ങ് മാറും. അങ്ങനെ അതിനെ സീറോസ് എന്ന് അറിയപ്പെടുന്നത്. ചിലപ്പോൾ 2 0 ആണെങ്കിൽ സീറോസ് ആണെങ്കിൽ സീറോസ് അങ്ങനെയാണ് അറിയപ്പെടുന്നത് അതിന്റെ സൊല്യൂഷൻ. അപ്പൊ ഈ എക്സിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനകത്തെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ 0 ആയി പോകും. അങ്ങനെയുള്ളതിനെ നമ്മൾ സീറോസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ ആൽഫ ബീറ്റ ഇതിന്റെ സീറോസ് ആണെങ്കിൽ ഈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കണം b, അതിന്റെ നെഗറ്റീവ് ബൈ ഈ s² കോഎഫിഷ്യന്റ് a ആയിരിക്കും. അപ്പം ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത്, അതായത് സം എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആയിരിക്കും. ഒന്നാമത്തെ പോയിന്റ്. 2, ഇതിന്റെ പ്രോഡക്റ്റ്, സീറോസിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ എന്ന് പറയുന്നത്, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആയിരിക്കും. പിന്നെ ആൽഫ ബീറ്റ ഇതിന്റെ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അടുത്ത സി ബൈ എയും ആയിരിക്കും. ഈ സീനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ വേറൊരു സത്യം കൂടെ ഉണ്ട്. ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, x². ഈ സാധനത്തിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, s². ഏതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഇങ്ങനെ എഴുതാം, s² മൈനസ് ഇവിടെ സം എക്സ് പ്ലസ് പ്രോഡക്റ്റ്. ഇതിനകത്ത് ആവശ്യമില്ല, പക്ഷെ ഇതിനകത്ത് വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനകത്തൊക്കെ നമുക്ക് ഇത് ആവശ്യമുണ്ട്. അതായത് x² വെറുതെ അങ്ങ് പറയുക, s² മൈനസ് സം എന്ന് പറഞ്ഞാൽ എന്തുവാ, ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ആൽഫ ബീറ്റ. പ്രോഡക്റ്റ് ആണ് ഇത് കേട്ടോ, ആൽഫ ബീറ്റ. ഇങ്ങനെ എഴുതാം ഏതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്, ഇങ്ങനെ എഴുതാം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുന്നത്, അത് കളഞ്ഞേക്ക്, അത് നമുക്ക് വേണ്ട. a² plus bx plus c എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അതിന്റെ സീറോസ് ആണ് ആൽഫ ബീറ്റ എങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് ആ സീറോസ് കൂട്ടുന്നത് എപ്പോഴും ഇതിന്റെ നെഗറ്റീവ് ബൈ ഇതായിരിക്കും, മൈനസ് ബി ബൈ എ ആയിരിക്കും. ഇനി അതിന്റെ പ്രോഡക്റ്റ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ സി ബൈ എയും ആയിരിക്കും. ഓക്കെ, അത് കളഞ്ഞേക്ക്. ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇവിടെ 2 സീറോസ്, സം ഓഫ് ദ സീറോസ്, 2 സീറോസ്, ഇതിന്റെ പവർ എത്രയാണോ അത്രയും സീറോസ് ആയിരിക്കും ഇതിന് മാക്സിമം ഉണ്ടാവും, അതിൽ കൂടുതലില്ല കേട്ടോ. ഇതിന്റെ പവർ 2 ആണ്. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് മാക്സിമം 2 സീറോസ് ഉണ്ടാവും. ആ 2 സീറോസ് ആൽഫ ബീറ്റ ആണെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ ആയിരിക്കും. സം എന്ന് പറയുന്നത് സം. ഓക്കെ, ഇപ്പൊ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എത്ര? ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ മൈനസ് കെ ആണ്. അപ്പൊ മൈനസ് കെ ബൈ എ എന്ന് പറഞ്ഞാൽ 3. ഈ മൈനസ് അങ്ങ് പ്ലസ് ആയിപ്പോ കെ ബൈ 3 എന്ന് കിട്ടും. എന്നുവെച്ചാൽ സീറോസ് ആണ് യഥാർത്ഥത്തിൽ ആൽഫയും ബീറ്റയും എങ്കിൽ അതിന്റെ സം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൈനസ് ബി ബൈ എ ആയിരിക്കും. ഈ മൈനസ് ഞാൻ ഇവിടെ ഇട്ടു. ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, അത് മൈനസ് കെ ബൈ 3. അപ്പൊ ഈ മൈനസ് പ്ലസ് ആവും, കെ ബൈ 3 എന്ന് കിട്ടും.
ഓക്കെ, ഈ സമ്മാണ് അവർ എത്ര എന്ന് പറഞ്ഞേക്കുന്നത്? 3 എന്ന് ചോദ്യത്തിൽ തന്നേക്കുന്നത്. അതായത് k/3 = 3 ആണെന്ന് തന്നിട്ടുണ്ട്. സം എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് k കണ്ടെത്താൻ പറ്റും. 3 × 3 9. അപ്പൊ kയുടെ വില 9 ആയിരിക്കും. ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്തേക്ക്, പഠിക്കണ്ട, കളഞ്ഞേക്ക്. പക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ട്, കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് സമയമൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാം. ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളു. അപ്പൊ kയുടെ വില 9. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² - x - 1 = 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ x² - x - 1 = 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് ആണ് ആൽഫ ബീറ്റ. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ വായിക്കാമേ. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് എന്താ? റൂട്ട്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ നമ്മൾ സീറോസ് എന്ന് പറഞ്ഞ് വിളിച്ചില്ലേ, അത് തന്നെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുമ്പോൾ റൂട്ട്സ്. അതായത് എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കപ്പോഴാണോ ഈ 0 ലഭിക്കുന്നത്, അപ്പൊ അതാണ് അതിന്റെ റൂട്ട്സ് എന്നറിയപ്പെടുന്നത്, എക്സിന്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ റൂട്ട്സ് ആണ് ആൽഫയും ബീറ്റയെന്നും പറയുന്നുണ്ട്. ഇതിന്റെ റൂട്ട്സ് ആണ് ആൽഫ ബീറ്റ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഏതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെയും റൂട്ട്സ് ആണ് ആൽഫ ബീറ്റ എങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്ന് വെച്ചാൽ സം എന്ന് പറയുന്നത്, സം ഈസിക്കൽ റൂട്ട്സിന്റെ സം. ഇവിടെ റൂട്ട്സ് ആരൊക്കെ? ആൽഫ ബീറ്റ എന്ന് തന്നിട്ടുണ്ട്, ആൽഫയും ബീറ്റയും ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സം എന്ന് പറയുന്നത് -b/a ആയിരിക്കും. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നത് കേട്ടോ, ax² + bx + c = 0. ഇതാ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. s² കോഎഫിഷ്യന്റ് a, x കോഎഫിഷ്യന്റ് b, കോൺസ്റ്റന്റ് c. ഓക്കെ, ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ക്വാഡ്രാറ്റിക് ഇക്വേഷനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. x² - സം x പ്ലസ് പ്രോഡക്റ്റ്, ഇങ്ങനെ എഴുതാം. = 0. അതായത് ഈ സം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റൂട്ട്സിന്റെ സം ആണ്. നേരത്തെ നമ്മൾ പോളിനോമിയലി സീറോസിന്റെ സം ആണ് ഇവിടെ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ റൂട്ട്സിന്റെ സം ആണ്. പ്രോഡക്റ്റ് എന്തിന്റെ പ്രോഡക്റ്റാ? റൂട്ട്സിന്റെ പ്രോഡക്റ്റ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാം. സംഭവം ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇത് രണ്ട് രീതിയിൽ ഓർത്തിരിക്കണം, എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ റൂട്ട്സ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ സം -b/a ആണെന്ന് നമുക്കറിയാം. അപ്പൊ -b എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ -1 ഒന്നും കണ്ടില്ലേ, 1 എഴുതാം. a എന്ന് പറഞ്ഞാൽ s² കോഎഫിഷ്യന്റ് ആണ്. a എന്ന് പറഞ്ഞാൽ x² കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ s² കോഎഫിഷ്യന്റ് ഇവിടെ 1 ആണ് എന്ന് വെച്ചാൽ ഒന്നും കണ്ടില്ല. അപ്പൊ 1, ഇത് മൈനസ് കട്ട് ചെയ്ത് പോയി 1 എന്ന് കിട്ടും. ഓക്കെ, എന്ന് വെച്ചാൽ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ നമുക്ക് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഡക്റ്റ് എഴുതാം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റയാണ്. ആൽഫ ബീറ്റ പ്രോഡക്റ്റ് അതെന്ന് പറയുന്നത് c/a ആണ്. നേരത്തെ നമ്മൾ കണ്ടതാ. c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, അത് ഇവിടെ -1 ആണ്. a എന്ന് പറഞ്ഞാൽ 1, അങ്ങനെ -1 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ആൽഫ പ്ലസ് ബീറ്റ = 1, 2 ആൽഫ ബീറ്റ = -1. ഇത്രയും ക്ലിയർ ആണേ. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ വെറുതെ ഒന്ന് കണ്ടുപിടിക്കാം. ആൽഫ പ്ലസ് ബീറ്റ നിങ്ങൾക്ക് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ഒന്ന് പറയട്ടെ. നിങ്ങൾ ഈ ആൽഫ പ്ലസ് ബീറ്റ ഞാൻ ഒന്നുകൂടെ എഴുതുക. 1 തന്നെയല്ലേ ആൽഫ പ്ലസ് ബീറ്റ ആണ്. 1 കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പുറം ഇപ്പുറം ഞാനൊന്ന് സ്ക്വയർ ചെയ്യുക. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ = 1² എന്ന് വരും. ഇത് a + b ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക. ആദ്യം a² + 2ab + b². ആദ്യം a² മീൻസ് ആൽഫയുടെ സ്ക്വയർ + 2ab 2 × ആൽഫ ബീറ്റ + ബീറ്റയുടെ സ്ക്വയർ = 1² എന്ന് വെച്ചാൽ α² + β² + 2 × ആൽഫ ബീറ്റ എന്തോ നോക്കുക. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ -1 പ്ലസ് ഒന്നുമില്ല, β² നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞ് = 1. ഓക്കെ, അപ്പൊ α² + β² -2 2 × -1 എന്നാൽ -2 = 1. അപ്പൊ α² + β² എന്ന് പറഞ്ഞാൽ -2 അപ്പുറത്ത് കൊണ്ടുവന്ന് 1 + 2 3 എന്ന് കിട്ടുന്നത്. ചുമ്മാ കണ്ടുപിടിച്ച് വെച്ചതാ. ഇനി നമുക്ക് ചുമ്മാ ഇങ്ങനെ ഒന്ന് നോക്കാം. ഇനിയാണ് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. സെക്കൻഡ് സെന്റൻസ് വായിക്കുക. ഇത് സെക്കൻഡ് സെന്റൻസ് ഞാൻ നേരത്തെ വായിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ചെയ്യാൻ തോന്നിയത് കേട്ടോ. അപ്പം ഇവിടം വരെ നമ്മൾ എഴുതി s² - x - 1 = 0. അതിന്റെ റൂട്ട്സ് ആണ് ആൽഫ ബീറ്റ.
അപ്പൊ ഞാൻ ആ ആൽഫ ബീറ്റയുടെ സം കണ്ടുപിടിച്ച് വെച്ചു. മൈനസ് ബി ബൈ എ ആണ് 1 കിട്ടി. പിന്നെ അതിന്റെ പ്രോഡക്റ്റ് വെറുതെ കണ്ടുപിടിച്ച് വെച്ചു. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ സി ബൈ എ -1 കിട്ടി. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ 1 ആണ്, ആൽഫ ബീറ്റ -1 ആണ്. ഞാൻ ജസ്റ്റ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറും കൂടെ കണ്ടുപിടിച്ച് വെച്ചു. 3 കിട്ടിയിട്ടുണ്ട്. 3. ഇനി അടുത്തത് നമുക്ക് then the equation whose roots ആൽഫ ബൈ ബീറ്റ ആൻഡ് ബീറ്റ ബൈ ആൽഫ, അതായത് ആൽഫ ബൈ ബീറ്റയും ബീറ്റ ബൈ ആൽഫയും റൂട്ട്സ് ആവുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതൂ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആ റൂട്ട്സിന്റെ സം കണ്ടുപിടിച്ച് ഇവിടെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് ഇവിടെ ഇട്ടുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് സം കണ്ടെത്താം. ഇത് റൂട്ട്സ് ആണ്, ഇത് രണ്ടും. അപ്പൊ അതിന്റെ സം കണ്ടെത്താം. സം അപ്പൊ ആൽഫ ബൈ ബീറ്റ പ്ലസ് ബീറ്റ ബൈ ആൽഫ, ഇത് ക്രോസ് ചെയ്യാം. ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആൽഫ ഇൻറ്റു ആൽഫ, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ ഇൻറ്റു ബീറ്റ, ബീറ്റ സ്ക്വയർ ബൈ ബീറ്റ ആൽഫ എന്ന് വെച്ചാൽ ആൽഫ ബീറ്റ. ദാറ്റ് ഇസ് ഇക്വൽ ടു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് കണ്ടുപിടിച്ച് വെച്ചത് കേട്ടോ. 3 ബൈ ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എത്ര? -1. അങ്ങനെ നമുക്ക് -3 എന്ന് കിട്ടും. അപ്പൊ സമ്മ് -3 എന്ന് കിട്ടി. സമ്മ് ഓഫ് റൂട്ട്സ് ആണ് കേട്ടോ, അല്ലെങ്കിൽ സം ഓഫ് സീറോസ് ഓർ സം ഓഫ് റൂട്ട്സ്. പിന്നെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ്, കാരണം ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എഴുതാൻ ഒന്നെങ്കിൽ ഇത് എയും ബിയും സിയും വേണം, അല്ലെ റൂട്ട്സ് വെച്ച് ഇവിടെ റൂട്ട്സിന്റെ സമ്മും എഴുതുക, ഇവിടെ റൂട്ട്സിന്റെ പ്രോഡക്റ്റും എഴുതുക, ഇതിനകത്ത് ഇട്ട് കൊടുത്താലും മതി. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈ ഫോമിലും നിൽക്കും, ഈ ഫോമിലും നിൽക്കും. ഓക്കെ, സം എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട്സിന്റെ സമ്മാണ്, പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട്സിന്റെ പ്രോഡക്റ്റ്. ഇത് രണ്ടുമാണ് റൂട്ട്സ്. ഇനി അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. ആൽഫ ബീറ്റ ആൽഫ ബൈ ബീറ്റ ഇൻറ്റു ബീറ്റ ബൈ ആൽഫ. ആൽഫ ആൽഫയും കട്ട് ബീറ്റയും ബീറ്റയും കട്ട്, അങ്ങനെ 1 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇങ്ങനെ വരും: എസ് സ്ക്വയർ മൈനസ് സം ഓഫ് ദ റൂട്ട്സ്. എന്ന് വെച്ചാൽ ഇത് രണ്ട് റൂട്ട്സ് ആവുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ സം എത്ര? -3. എക്സ് പ്ലസ് പ്രോഡക്റ്റ് എത്ര? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എന്ന് വെച്ചാൽ എസ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എസ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി. The nature of the roots of quadratic equation x plus 12 into x plus 6 that is equal to 4 square. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സിന്റെ നേച്ചർ കണ്ടെത്തണം. അപ്പൊ നമുക്ക് കണ്ടെത്താം. അതിന്റെ റൂട്ട്സ് തന്നെ നമുക്ക് കണ്ടെത്തി കളയാം. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്ക്. നമുക്ക് ഇതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിൽ എത്തിക്കാം. ഇപ്പൊ x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇത് രണ്ടും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 12 6 കൂടെ 18x എന്നങ്ങ് എഴുതാം. പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. x ഇൻറ്റു എക്സ് സ്ക്വയർ പിന്നെ x ഇൻറ്റു 6 ചെയ്യണം. ഈ x എടുത്ത് ഇതിനെയും ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ അടുത്ത് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ x ഇൻറ്റു 6 6x എന്ന് എഴുതാം. പ്ലസ് പിന്നെ ഈ 12 എടുത്ത് ഇതിനെയും പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 12 ഇൻറ്റു എക്സ് നിങ്ങൾക്ക് 12x എന്ന് കിട്ടും. പ്ലസ് 12 ഇൻറ്റു 6 72 എന്ന് കിട്ടും. റൈറ്റ് സൈഡ് എത്ര? 4ന്റെ സ്ക്വയർ 16. അപ്പൊ ഇവിടെ സ്ക്വയർ ഉണ്ട്. ഈ 6x-ഉം 12x കൂടെ ആഡ് ചെയ്യാം, 18x എന്ന് കിട്ടും. പ്ലസ് 16 ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പൊ 72 മൈനസ് 16 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 18x 72 16 പോട്ടെ 56 അല്ലേ? 56 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന സാധനമുണ്ട്, അത് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിച്ചാൽ നമ്മൾ നേച്ചർ ഒക്കെ പറയുന്ന യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ സൊല്യൂഷൻ തന്നെ കണ്ടെത്താം കേട്ടോ. സൊല്യൂഷൻ തന്നെ കണ്ടെത്തിക്കളയാം. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ മൈനസ് 4ac 18ന്റെ പകുതി 9ന്റെ സ്ക്വയർ 81. അത് ചെയ്താലും മതി. അത് അങ്ങ് ചെയ്യാം. അപ്പൊ ബി സ്ക്വയർ മൈനസ് 4ac, ബി എന്ന് പറഞ്ഞാൽ 18 ആണ്. എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ആണ് a, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് b, കോൺസ്റ്റന്റ് ആണ് c. അപ്പൊ b എന്ന് പറഞ്ഞാൽ 18ന്റെ സ്ക്വയർ ആയി മൈനസ് 4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1, c എന്ന് പറഞ്ഞാൽ 56. 18ന്റെ സ്ക്വയർ 324 മൈനസ് 200 224. 4 ഇൻറ്റു 1 ഇൻറ്റു 56 224, എല്ലാം കൂടെ ചെയ്യുമ്പോൾ 100. ഇനി നമുക്ക് x കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a ദ റിസൾട്ട്. ഓക്കെ, അപ്പൊ മൈനസ് ബി എത്ര? 18 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac 100 ബൈ 2 ഇൻറ്റു a എത്രയാണെന്ന് അന്വേഷിച്ചു പോകും. എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1. അപ്പൊ -18 പ്ലസ് ഓർ മൈനസ്
റൂട്ട് 100 എന്ന് പറഞ്ഞാൽ 10 ബൈ 2 എന്ന് വെച്ചാൽ -18 പ്ലസ് ഓർ മൈനസ് 10 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം -18 പ്ലസ് 10 എടുക്കണം ആദ്യം, പിന്നെ -18 മൈനസ് 10 എടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം എക്സിന്റെ വില ഇങ്ങോട്ടങ്ങ് എഴുതാം. എക്സിന്റെ വില -18 പ്ലസ് 10 എടുക്കാം, ഡിവൈഡ് ബൈ ഒരു 2 ഉണ്ട്. അപ്പൊ ദാറ്റ് ഇസ് -18 പ്ലസ് 10 എന്ന് പറഞ്ഞാൽ -8 ആണ് ബൈ 2. അപ്പൊ എക്സ് ഈസ് ഇക്വൽ ടു -4 എന്ന് കിട്ടും. ഇനി അടുത്ത എക്സ് ഈസ് ഇക്വൽ ടു -18 മൈനസ് 10 എടുക്കണം. -18 മൈനസ് 10 ബൈ 2. -18 മൈനസ് 10 എന്ന് പറഞ്ഞാൽ എത്ര? -28 ബൈ 2 -14 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 2 റൂട്ട്സ് ഉണ്ട്, 2 നെഗറ്റീവ് ആണ്. ആദ്യത്തെ സെന്റൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബോത്ത് റൂട്ട്സ് ആർ ഇറാഷണൽ. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ റൂട്ട് വരുന്ന ആൻസറാ. റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 4 അങ്ങനെ റൂട്ട് എടുക്കാൻ പറ്റാതെ. ഇതിനകത്ത് റൂട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്ക്. ബോത്ത് റൂട്ട്സ് ആർ നെഗറ്റീവ്. 2 നെഗറ്റീവ് ആണ്. ഇതാണ് റൂട്ട്സ്. എക്സിന്റെ വാല്യൂ ആണ് റൂട്ട്സ്. 2 നെഗറ്റീവ് ആണ്. ആൻഡ് റാഷണൽ. റാഷണലും ആണ്. റാഷണൽ എന്ന് പറഞ്ഞാൽ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നത്. റൂട്ട് ഇല്ലാതെ നിൽക്കുന്ന ഏത് നമ്പര്, ഓക്കെ, റൂട്ട് 4, 5, -4, -3 ഇതെല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. ആണല്ലോ. -4, -14. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ ബി. ബോത്ത് റൂട്ട്സ് ആർ നെഗറ്റീവ് ആൻഡ് റാഷണൽ. ഈ -4 റാഷണൽ നമ്പരാ. ലോകത്തുള്ള നമ്പർ 2 ടൈപ്പേ ഉള്ളൂ. ഒന്ന് ഇറാഷണൽ അല്ലെ ഇറാഷണൽ. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 4 അങ്ങനെ നിൽക്കണം. ഓക്കെ, ഇതിപ്പോ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ -4, -14 ബോത്ത് ആർ നെഗറ്റീവ് ആൻഡ് റാഷണൽ. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? നിങ്ങൾ ഈ -4 എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്ക്, ഈ സാധനം കിട്ടും. ഈ എക്സിന് -4 ഇട്ട് കൊടുക്കുക. -4 പ്ലസ് 12 8, -4 പ്ലസ് 6 2, 8 × 2 16, 4 സ്ക്വയർ 16. ഈ -14 ഇട്ട് കൊടുക്കുക, കിട്ടുമോ? -14 പ്ലസ് 12 -2, -14 പ്ലസ് 6 -8, -2 × -8 16, 4 സ്ക്വയർ 16. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ കാണാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആ നമ്പറിലോട്ട് എത്താൻ പറ്റിയ നിങ്ങൾക്ക് ചാടി കയറി അതങ്ങ് കറുപ്പിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ. When the equation is multiplied or divided by sum എന്നായിരിക്കും കേട്ടോ. സെയിം നോൺ സീറോ നമ്പർ ഓൺ ബോത്ത് സൈഡ്സ്. അതായത് ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈക്വൽ സൈനോട് കൂടി നിൽക്കുന്നത് എന്തും ഇക്വേഷൻ, അതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഒരു സംഖ്യകൾ കൊണ്ട്, ഒരു നോൺ സീറോ സംഖ്യ കൊണ്ട് അപ്പുറം ഇപ്പുറം മൾട്ടിപ്ലൈ ചെയ്താലോ ഡിവൈഡ് ചെയ്താലോ യാതൊന്നും സംഭവിക്കത്തില്ല. നിങ്ങളുടെ കൊച്ചു ക്ലാസ്സിൽ അധ്യാപകർ പറഞ്ഞിട്ടില്ലേ, ഒരു ഇക്വേഷന്റെ അപ്പുറം ഇപ്പുറം നിങ്ങൾക്ക് ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. യാതൊരു ചേഞ്ചും അവിടെ ഉണ്ടാവത്തില്ല. നോ ചേഞ്ചസ്, റിമൈനിങ് സെയിം. ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ റിമൈനിങ് സെയിം. അതിന്റെ സൊല്യൂഷൻ എപ്പോഴും സെയിം തന്നെയായിരിക്കും. അതിന് ചേഞ്ച് ഉണ്ടാവത്തില്ല. ബാക്കി ഒന്ന് ആലോചിച്ച് നോക്കി, ഇൻക്രീസ് ചെയ്യുമെന്ന്. മൾട്ടിപ്ലൈ ഡിവൈഡ് എപ്പോഴും ഇൻക്രീസ് ചെയ്യുമെന്ന് ഒന്നും നടക്കത്തില്ല. അതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു ഇക്വേഷനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അതിന്റെ സൊല്യൂഷന് ഇൻക്രീസ് നടക്കുമോ? ഒന്നും നടക്കത്തില്ല. ചേഞ്ച് വെൻ മൾട്ടിപ്ലൈ അപ്പം ചേഞ്ച് ആവും, ഡിവൈഡ് ചെയ്യപ്പം ചേഞ്ച് ആവും. അതാ സിയും ഡിയും. അപ്പൊ ഒന്നും സംഭവിക്കത്തില്ല. ഏതൊരു ഇക്വേഷന്റെ അപ്പുറം ഇപ്പുറം നിങ്ങൾക്ക് എന്ത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈന് ഡിവൈഡ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിന് യാതൊന്നും സംഭവിക്കത്തില്ല. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ സൊല്യൂഷൻ എപ്പോഴും സെയിം തന്നെയായിരിക്കും. The cost of 2 tables and 4 chairs are 16,000. 16,000. 2 ടേബിളിനും 4 ചെയറിനും കൂടി മൊത്തത്തിൽ 16,000 രൂപയാണെന്നാ പറയുന്നത്. ആയിക്കോട്ടെ. The cost of 1 table. The cost of, അടുത്ത സെന്റൻസ് പറയുക. While the cost of 1 table, അതായത് ഒരു ടേബിളിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തുവാ? ഈസ് ഈക്വൽ ടു ദ കോസ്റ്റ് ഓഫ് 6 ചെയർ. ഒരു ടേബിളിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ചെയറിന്റെ വിലയ്ക്ക് തുല്യമാണ്. ഒരു ടേബിളിന്റെ വില 6 ചെയറിന് തുല്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ 2 ടേബിളിന്റെ വില അപ്പൊ 12 ചെയറിന് തുല്യമല്ലേ? ഒരു ടേബിളിന്റെ വില 6 ചെയറിന് തുല്യമാണ്. അപ്പൊ 2 ടേബിളിന്റെ വില 12 ചെയറിന് തുല്യമല്ലേ? ഒരു ടേബിളിന് 6 ചെയറിന്റെ വിലയ്ക്ക് തുല്യം. അപ്പൊ 2 ടേബിളോ 12 ചെയറിന്റെ വില എടുക്കണ്ടേ? അപ്പൊ 2 ടേബിളിന്റെ അവിടെ ഞാൻ 12 ചെയർ എഴുതുന്നു. പ്ലസ് ഈ ടീയുടെ സ്ഥാനത്ത് 6C ഇട്ടാൽ മതി. 6 × 2 12C.
പ്ലസ് 4c അതാണ് 16,000. 12c 4c എന്ന് പറഞ്ഞാൽ ചെയറിന്റെ വിലയാണേ. 12 4 16. അപ്പൊ 16c എന്ന് പറഞ്ഞാൽ 16,000. അപ്പൊ c ചെയറിന്റെ വില 16,000/16 1000. ഇപ്പൊ ഒരു ചെയറിന് 1000 രൂപ. ഇപ്പൊ ഒരു ടേബിളിനോ? ഒരു ടേബിളിന്റെ വില 6 ചെയറിന്റെ വിലയ്ക്ക് തുല്യ. ഒരു ചെയറിന് 1000 രൂപ. അപ്പൊ 6 ചെയറിനോ 6000 രൂപയായില്ലേ? ഓക്കെ, നമ്മുടെ കോസ്റ്റ് ഓഫ് 9 ചെയർ. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 9 ചെയർ. അപ്പൊ ടേബിളിന്റെ വില കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കോസ്റ്റ് ഓഫ് 9 ചെയർ. അപ്പൊ ഒരു ചെയറിന് 1000 രൂപയാണെങ്കിൽ 9 ചെയറിന് എത്ര? 9,000 രൂപയല്ലേ? ഒരു ചെയറിന് 1000 രൂപയാണെങ്കിൽ 9 ചെയറിന് 9,000 രൂപയല്ലേ? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. 2 × 3 × 7 is the prime factorization of a particular number. Which among the following is the square of that number? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 × 3 × 7 ഇതാണ് ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ സംഖ്യ കിട്ടും. 3 2 6 7 42. ഇതാണ് നമ്മുടെ സംഖ്യ. നമുക്ക് കണ്ടെത്തേണ്ടത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ. ആ നമ്പറിന്റെ സ്ക്വയർ ഏതാണ് എന്നുവെച്ചാൽ 42ന്റെ സ്ക്വയർ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. 42ന്റെ സ്ക്വയർ അടിച്ചോ. 42 × 42 അടി. 2 4 4 2 8. 4 2 8 4 4 16. ശരിയല്ലേ? 4 8 8 16 6 1 6 1 7 1 1764. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇതിനകത്തുണ്ട്? ഓപ്ഷൻ സി 1764. വാട്ട് ഷുഡ് കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക്? ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്ത് എന്ത് വരുന്നതെന്ന ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ സംഭവമാണ് കേട്ടോ. 90 ക്വസ്റ്റ്യൻ മാർക്കിനെ ഞാൻ തൽക്കാലം എക്സ് എന്ന് വിളിക്കുവാണ്. എക്സ് എന്നിരിക്കട്ടെ, എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ. ഇവിടുത്തെ നെഗറ്റീവ് നമുക്ക് കളയാം, പിന്നെ അകത്തുള്ളതിനെ തിരിച്ചാൽ മതി. അപ്പൊ ഈ റൂട്ട് രണ്ടെണ്ണത്തിനും ബാധകമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ അങ്ങ് തിരിച്ചാൽ മതി, ഈ നെഗറ്റീവ് അങ്ങ് പോയി കിട്ടും. ഇപ്പൊ നെഗറ്റീവ് ആദ്യം അങ്ങ് പോട്ടെ, എന്നിട്ട് ബാക്കി അന്വേഷിക്കാം. ഓക്കെ, അപ്പോൾ റൂട്ട് അങ്ങ് എടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. 64ന്റെ റൂട്ട് നിങ്ങൾക്ക് അറിയാം. 64ന്റെ റൂട്ട് എത്ര? 8 ആണ്. 729ന് റൂട്ട് ഉണ്ടോ? 43ന്റെ ഒന്ന് അടിച്ചു നോക്ക്. 43 കണ്ട 40 സോറി 729. 7ന്റെ താഴെ 23 ഒന്ന് അടിച്ചു നോക്ക്. 23. 3ന്റെ സ്ക്വയർ 9. 3 12 1 2 4 1 5 529 ആവത്തേയുള്ളൂ. 29 അടിച്ചാലോ? 29 ഉണ്ട്. 27 അടിച്ചാലോ? 7ന്റെ സ്ക്വയർ 49 4 7 4 7 4 28 4 32ന് 2 3 2ന്റെ സ്ക്വയർ 4 3 7 27ന്റെ സ്ക്വയർ എന്നുവെച്ചാൽ റൂട്ട് 67 എന്ന് പറഞ്ഞാൽ 8. റൂട്ട് 729 എന്ന് പറഞ്ഞാൽ 27 ആണ്. 27. അപ്പൊ നമുക്ക് തൽക്കാലം നെഗറ്റീവ് ഇരുന്നോട്ടെ, നമുക്ക് ആ റൂട്ട് അങ്ങ് കളയാം. അപ്പൊ റൂട്ട് 64 എന്ന് പറഞ്ഞാൽ 8 ബൈ റൂട്ട് 729 എന്ന് പറഞ്ഞാൽ റൂട്ട് 729 എത്ര? 27. ഈ റൂട്ട് 729 പറഞ്ഞാൽ 27 റൈസ് ടു -1/3. നമ്മൾ ഈ റൂട്ട് എടുത്ത് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ നെഗറ്റീവ് കളയാം. അപ്പൊ 90/x ദാറ്റ് ഈസ് ഈക്വൽ നെഗറ്റീവ് കളയാം. ഈ സാധനം തിരിച്ചാൽ മതി. 27/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. റൈസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യൂബ് റൂട്ട് എന്നാ. റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ ഇപ്പൊ a റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് എടുക്കാനാ. a റൈസ് ടു 1/3 എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യൂബ് റൂട്ടാ. ക്യൂബ് റൂട്ട് a റൈസ് ടു 1/3 എന്ന് പറഞ്ഞാൽ അതിന്റെ ക്യൂബ് റൂട്ട്. ഓക്കെ, ക്യൂബ് റൂട്ട് ഓഫ് a അതിനെയാണ് a റൈസ് ടു 1/3 എന്നറിയപ്പെടുന്നത്. അപ്പൊ 90/x ദാറ്റ് ഈസ് ഈക്വൽ ടു 27ന്റെ ക്യൂബ് റൂട്ട് എത്ര? 27 എന്തിന്റെ ക്യൂബ് ആണെന്ന് നോക്കിയാൽ മതി. 3ന്റെ. ഓക്കെ അല്ലേ? 3ന്റെ ക്യൂബ് അല്ലേ? അപ്പൊ 27ന്റെ ക്യൂബ് റൂട്ട് 3 എന്ന് കിട്ടും. 8 എന്തിന്റെ ക്യൂബാ? 2ന്റെ അല്ലേ? അപ്പൊ 8ന്റെ ക്യൂബ് റൂട്ട് 2 എന്ന് കിട്ടും. ഇതിന്ന് നമുക്ക് ആ എക്സ് അങ്ങ് സോൾവ് ചെയ്താൽ പോരെ. ഇത് ക്രോസ് ചെയ്യാം. 2 × 90 180 ദാറ്റ് ഈസ് ഈക്വൽ ടു x × 3 3x. ഈ 3 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്നു, അപ്പൊ x കിട്ടും. 180/3 ദാറ്റ് ഈസ് ഈക്വൽ ടു x എന്നുവെച്ചാൽ 60 ഈസ് ഈക്വൽ ടു x. 180/3 60 അല്ലേ? അപ്പൊ x ന്റെ വില 60. ഓപ്ഷൻ സി.